സ്വാമിജി എവിടെന്ന് വന്നു, എവിടേക്ക് പോയി, ഇതൊന്നും മണിക്കറിയില്ല. സ്വാമിയുടെ ആശ്രമത്തിൽ പണത്തിന് വേണ്ടി വിഡ്ഢിവേഷം കിട്ടി. എല്ലാം ഞാൻ സമ്മതിക്കുന്നു. ഈ അന്വേഷണത്തിൽ നിന്ന് ഞങ്ങളൊന്ന് ഒഴിവാക്കിക്കൂടെ? ഇതിപ്പോ സിനിമയെ കാണുന്ന പോലെ ആയി. എന്ത്? അല്ല, ഞങ്ങൾ ഈ പോലീസിനെ സഹായിക്കുന്നതേ. കേസ് തെളിയിക്കാൻ പോലീസ് പല വിദ്യകളും പ്രയോഗിക്കും. അപ്പൊ എനിക്ക് ഈ വണ്ടിയിലോട്ട് കയറാമല്ലോ അല്ലേ? താങ്ക്സ്. ഈ റിസോർട്ട് എന്റെയും നിന്റെയും പേരിലും മാത്രമായിരിക്കും. അതിൽ കായലിന് മുകളിലുള്ള ഈ വില്ലയിലാണ് നമ്മൾ ഹോളിഡേ ആഘോഷിക്കുന്നത്. നമ്മളുടേതു മാത്രമായ ലോകത്ത്. പിന്നെ വരാൻ പോകുന്ന എക്സിബിഷൻ പല ബിഗ് ഷോട്ടുകൾ എത്താമെന്ന് സംബന്ധിച്ച് ഇങ്ങോട്ട് മെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ബ്രോഷർ കൂടി വന്നാൽ ആളുകളുടെ എൻട്രി കൂടും. അതിന് തന്റെ ഹെൽപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എനിക്ക് വേണം. പക്കാ? അതെ, ഒന്ന് നിൽക്കി. നിങ്ങൾ അംബുചേച്ചിയുടെ ഹസ്ബൻഡ് അല്ലേ? അതെ. അല്ലല്ല, ഞാൻ പായസന്റെ കെട്ടുവനാ. ഇന്റെ ബീവി നമ്മൾ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്ത്? എന്തിനാ നിങ്ങൾ ഓളെ നമ്മളെ കുടി നിറക്കി കൊണ്ടായത്? നിങ്ങൾ ഓൾ എന്ത് ചെയ്ത് നിങ്ങൾക്കറിയോ? താഴത്തെ വെച്ചാൽ എറുമ്പായിരിക്കും, തലയിൽ വെച്ചാൽ പേനായിരിക്കും പേടിച്ചിട്ട് കാത്തു സൂക്ഷിച്ചവനാണ് ഞാൻ. നിങ്ങളുടെ ബീവിക്ക് എന്താ പറ്റിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഉടനെ അറിയിക്കാം. മനസ്സിലായോ? ഓഹോ, വെറുതെ അല്ല പെണ്ണുങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ആണുങ്ങൾ അനുഭവിക്കും എന്ന് പറഞ്ഞേ. എന്നാ നീ പറഞ്ഞതിൽ നിന്നും അല്പം കുറയ്ക്കണം. ഒരു 50,000 വാക്ക് മാറ്റാണ്ടല്ലോ. അറിയാലോ, റിസ്ക് ആണ് ഞാൻ കാണിച്ചത്. ഞാൻ ഇങ്ങനെ കാണിച്ചില്ലായിരുന്നെങ്കിലേ സ്വാമിക്ക് പറ്റിയുള്ള കഞ്ചാവ് കടത്താൻ പറ്റുമല്ലോ? സ്വാമി പിടിച്ചായിരുന്നെങ്കിൽ നമ്മൾ രണ്ടു ആത്താനെ. ശരി, സമ്മതിച്ചു. പക്ഷെ നീ ഇത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ ഒന്ന് സഹായിക്കണം. സഹായിക്കാം. ഞാനിത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ സഹായിക്കാം. അപ്പോൾ ആ അപരിചിതനെ താങ്കൾക്കും അറിയില്ല. അത് ഞങ്ങൾ വിശ്വസിക്കണം അല്ലേ? സത്യം. എന്റെ മൊബൈലിലേക്ക് ഒരു കോള് വന്നിരുന്നു. വെള്ളി മൂങ്ങയെ കിട്ടാൻ ഞാനവരെ കണക്ട് ചെയ്ത് കൊടുത്തു. മൊബൈലിൽ വിളിച്ച ആളുടെ ഫോൺ നമ്പർ തെളിഞ്ഞിരുന്നില്ല. കഞ്ചാവ് കടത്തിയതിന് 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാം. സത്യം തുറന്നു പറഞ്ഞാൽ ശിക്ഷ ഞങ്ങൾ ഇളവ് ചെയ്യിക്കാം. അറിയാവുന്ന സത്യത്തിന്റെ ഏതെങ്കിലും ഒരു തുമ്പ് ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ ആൾ ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ഒരാളെ പറ്റി ഞാൻ പറയാം. എന്ത് ബാങ്ക് റോബറി നടന്നാലും അതിന്റെ രീതികളെ പറ്റി അറിയാവുന്ന ഒരാൾ ഇന്നിവിടെ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല. ആരാണ് അയാൾ? ലഫ്റ്റനന്റ് കേണൽ മാധവ്ജി. ചമ്പൽ കൊള്ളക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊള്ളക്കാരനായി മാറി ജയിൽവാസമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന മാധവ്ജി. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? ഇപ്പോ ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ? ഹലോ, പീതാംബരനല്ലേ? എടാ പീതാംബര, നമ്മുടെ മാധവ്ജി ഇപ്പൊ എവിടെയുണ്ട്? ആ ശരി. പോൾ ജോർജ്, ഇഡിയൻ ജോർജ്. ഒരു ഭാർഗവ നിലയത്തിന്റെ ലക്ഷണമുണ്ട്. പശുക്കുട്ടി, പരിസരമൊക്കെ കൊള്ളാം. കേണൽ സാർ മാധവ്ജി ഒന്ന് കാണണം. സാർ ആരെയും കാണാൻ അനുവദിക്കാറില്ല. ഞങ്ങൾ ആരാണെന്നാ വിചാരിച്ചത്? കള്ളനാണെന്ന് കണ്ടാലേ ഒരു കീറ് വെച്ചെന്നാ ഉണ്ടല്ലോ. അയ്യോ, സാർ എവിടാണെന്ന് പറഞ്ഞാല് നിനക്ക് ഫ്രൂട്ട് സാലഡ് വാങ്ങിച്ചു തരാം. സാറ് മാർക്കറ്റിൽ കാണും.
ഇന്ന് വേണ്ട. ഓക്കെ, ഞാൻ മാത്രം സംസാരിക്കേ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. എന്താ നിങ്ങൾ വന്ന കാര്യം? പോലീസുകാർക്ക് ഈ എക്സിന്റെ അടുത്തുനിന്ന് എന്താ അറിയാനുള്ളത്? ഞാൻ മുന്ന് പറഞ്ഞില്ലേ. ഓഹോ, പലതരം സ്റ്റൈലുകൾ ബാങ്ക് കൊള്ളയ്ക്ക് സ്വീകരിക്കാറുണ്ട്. ഭിത്തി തുറന്ന് ഉള്ളിൽ ചെല്ലുക, ടണൽ കുഴിച്ചു ചെന്ന് അതിനകത്തേക്ക് നുഴഞ്ഞു കയറുക, അല്ലെങ്കിൽ ബ്ലാക്ക് കാറ്റുകളെ പോലെ മാസ്ക് വെച്ച് നേരിട്ട് തോക്ക് കാട്ടി ഭീഷണിപ്പെടുത്തി പണം വരിക. നിങ്ങൾ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് ഒന്നും മനസ്സിലായി. അതെന്താണ് സർ? നിങ്ങൾ പറഞ്ഞ രീതി വെച്ച് നോക്കുമ്പോ ഡൈനാമിറ്റ് വെച്ച് പൊട്ടിച്ച് സേഫ് ഇരിക്കുന്ന ഏരിയ നേരെ താഴേക്ക് കൊണ്ടുവരിക. വെരി കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇത് ആരായിരിക്കും? പൊട്ടിയത് ഡൈനാമിറ്റ് ആണെങ്കിൽ വച്ചത് പപ്പനായിരിക്കും. പപ്പൻ? ഡൈനാമിറ്റ് പപ്പൻ. ഹലോ, ആ പപ്പൻ നിങ്ങളുടെ കസ്റ്റഡിയിലുണ്ടോ? എന്തിനാ അയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആ ചേരിക്കാരാകെ ഇളകിയിരിക്കുക. ഹലോ. മിസ് ഗീതാവർമ്മ, ആ പപ്പൻ വലിയ പ്രശ്നക്കാരനാണെന്നാ പറയുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, ശ്രദ്ധിക്കണം. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും എന്നല്ലേ സർ? അറിഞ്ഞു. പപ്പൻ വലിയ VIP ആണോ തോന്നുന്നല്ലോ സർ. സാറ് വിളിച്ചപ്പോൾ അത് ബോധ്യായി. ഉടനെ വിട്ടേക്കാം സർ. വിത്തിൻ നോ ടൈം അവരെവിടെയുണ്ടോ അവിടെ ഈ ലെറ്റർ എത്തിയിരിക്കണം. ഓക്കെ ഓക്കെ, ചെല്ല. മേമിന് തരാനാണെന്ന് പറഞ്ഞ് ഈ ലെറ്റർ എന്നെ ഏൽപ്പിച്ചിട്ട് ഉടൻ തന്നെ അയാൾ പോയി. ഞാൻ രോഹിത് ഷൈൻ, ആഭ്യന്തരമന്ത്രിയുടെ സ്വന്തം അനിയൻ. നീ കളി നിർത്തിക്കോ, ഇല്ലെങ്കിൽ മോളെ ഇതായിരിക്കും നിന്റെ അവസ്ഥ. വളരെ കോൺഫിഡൻഷ്യലായ ചില രേഖകളാണ് ഇതിലുള്ളത്. മിസ് ഗീതാവർമ്മ അല്ലാതെ മറ്റാരും ഇത് കാണാൻ ഇടയാവരുത്. യെസ് സർ. പുറത്തുനിന്ന് വലിയ സമ്മർദ്ദങ്ങളാണല്ലോ നിങ്ങളുടെ മാതൃകാ വനിതാ പോലീസ് സ്റ്റേഷന്, അല്ലേ? ഞങ്ങൾ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് സർ എടുത്തിട്ടുള്ളത്. വെരി ഗുഡ്. പിന്നെ ഞാൻ ഒരാഴ്ച സ്ഥലത്തുണ്ടാവില്ല, അതും വളരെ കോൺഫിഡൻഷ്യൽ ആണ്. മുഖ്യമന്ത്രി അറിയരുത്, അല്ലേ സർ? യു ആർ കറക്റ്റ്. ഓക്കെ, യു മേ ലീവ്. യെസ് സർ.